ഇന്ന് നോമ്പ് മുറിക്കാൻ മസാല ദോശയും തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയും സാമ്പാറും ആയാലോ. അപ്പോൾ അതാണ്ട് ഞാൻ അതിനായിട്ട് സാമ്പാറിനുള്ള പ്രിപ്പറേഷനായിട്ട് പരിപ്പും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. പരിപ്പ് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും എടുക്കത്തില്ല കേട്ടോ. എനിക്ക് ഒരുപാട് വെജിറ്റബിൾസ് എടുത്തേക്കും സാമ്പാർ കുളമായി പോകാറാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു കുക്കുംബർ, വെള്ളരിക്ക ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ചെറിയ മറ്റേ കുക്കുംബർ, സാലഡ് കുക്കുംബർ, പൊട്ടാറ്റോ, വെണ്ടയ്ക്ക, കത്തിരിക്ക, തക്കാളി, ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇതൊന്നും ഇല്ലാതെ പൊട്ടാറ്റോ മാത്രം ഇട്ടും വെക്കാറുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയും ചെയ്യും. എനിക്ക് അധികം വെജിറ്റബിൾസ് ഇടുന്നത് ഇഷ്ടമല്ല. അതിൻ്റെ കൂടെ ഒരു സവാളയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കും. ചിലപ്പോഴൊക്കെ 100 രൂപയ്ക്ക് മലക്കറി ഒരുമിച്ച് വാങ്ങുമ്പോൾ ചേനയും മത്തങ്ങയൊക്കെ ഇരിക്കുമല്ലോ. അപ്പം അതൊക്കെ തീരാൻ വേണ്ടി ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് സാമ്പാർ അത്ര അങ്ങോട്ട് ബോധിക്കത്തില്ല. എങ്കിലും ഇത്രയും ടേസ്റ്റില്ല കാണിക്കൊള്ളു. ഇനി ഇതാ കുക്കറിലോട്ട് ഇടാതെ ഒരു സമാധാനമില്ല. അതുകൊണ്ട് കൂടെ ഞാനത് ഗ്യാസ് തുറന്നിട്ട് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം സാമ്പാറിനായിട്ടുള്ള അരപ്പിനായിട്ട് ഞാൻ നമ്മുടെ കടുക് താളിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചതിന് ശേഷം അതൊന്ന് തണുപ്പ് മാറാനായിട്ട് മാറ്റി വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ കുക്കറിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ആ അരപ്പും കൂടെ ചേർത്ത് അതങ്ങ് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് മാറ്റി വെച്ചു. അപ്പം മസാല ദോശയല്ലേ ഉണ്ടാക്കുന്നത്, അതിനായിട്ടുള്ള മസാല പ്രിപ്പറേഷനിലാണ്. അതിനായിട്ട് പൊട്ടാറ്റോ, വെളുത്തുള്ളി ഒക്കെ ചേർത്തു, കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് അതും ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് മാറ്റി വെച്ചു. തക്കാളി ചട്നി പ്രിപ്പറേഷനാണ്. അതിനായിട്ട് ഞാനൊരു സവാളയും അരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 1.5 തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. അപ്പം അതും കൂടെ അരിഞ്ഞിട്ട് അതിൽ പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ ചേർത്തതിന് ശേഷം അതിലേക്ക് സവാളയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും പിന്നെ ഒരു വറ്റൽമുളകും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ പൊട്ടാറ്റോ മസാല റെഡി ആയിട്ടുണ്ടായിരുന്നു. അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് വെള്ളം വറ്റാനായിട്ട് മാറ്റി വെച്ചു. അപ്പോഴത്തേക്കും തക്കാളിയും സവാളയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാനായിട്ട് മാറ്റി കൊടുത്തു. പിന്നെ കടുക് വറുത്തതിന് ശേഷം അതിലേക്ക് കായപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ ടൊമാറ്റോയുടെ പ്യൂരി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും തക്കാളി ചട്നി സെറ്റ്. ഇനി നമുക്ക് തേങ്ങാ ചട്നി. അതിനായിട്ട് ചുമന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് തേങ്ങയും കൂടെ ചേർത്ത് അരച്ചിട്ട് അതിലേക്ക് കടുകും കൂടെ താളിച്ച് വെച്ചാൽ നമ്മുടെ തേങ്ങാ ചട്നി സെറ്റ്. അങ്ങനെ 3 കറികൾ റെഡി ആയിട്ട് ഇനി മസാല ദോശ ചൂടണം. ഞാൻ മസാല ദോശയിൽ ഇച്ചിരി പൊടിയും കൂടെ ചേർത്ത് പൊടി ദോശയാണ് ചുടുന്നത്. അതിലേക്ക് മസാലയും കൂടെ മസാലയും കൂടെ ഇട്ട് അതും സെറ്റാക്കി ദാണ്ട് നമ്മുടെ കിടിലം പൊടി മസാല ദോശ വിത്ത് ചട്നി ആൻഡ് സാമ്പാർ. സൂപ്പർ കോംബോ, സൂപ്പർ ടേസ്റ്റി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.